പീരീഡ് ക്രാംസിന് അല്ലെങ്കിൽ ആർത്തവ സമയത്തുള്ള വേദനയുടെ കാരണങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലുള്ള ചില ക്രമക്കേടുകൾ കൂടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് പുകവലിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ അല്ല, ഭയങ്കരമായ അളവിൽ കോഫി കുടിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ അമിതമായിട്ട് കോഫി കുടിക്കുമ്പോൾ നമ്മളുടെ രക്തക്കുഴലുകൾ ചുരുങ്ങിപ്പോവുകയും നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് ആവശ്യമുള്ള അളവിൽ രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരികയും അത് പീരിയഡ് ക്രാമ്പിനെ വളരെയധികം വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതലായിട്ട് ജങ്ക് ഫുഡ്, പാക്ക്ഡ് ഫുഡ്, കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അൺഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരിൽ അതൊരു ഇൻഫ്ലമേഷന്റെ ഒക്കെ സാധ്യത കൂട്ടുക, പീരിയഡ് ക്രാമ്പിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈലും പീരിയഡ് ക്രാമ്പ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ വ്യായാമം എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ടെൻഷന് ഇതൊക്കെ നമ്മുടെ പീരിയഡ് ക്രാമ്പിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതും ക്രാംസ് കുറക്കാനുള്ള ഒരു മാർഗമാണ്. ഇനി ഇതൊന്നുമല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. കൂടുതൽ അളവിൽ വെള്ളം കുടിക്കുന്നത് പീരിയഡ് ക്രാമ്പ് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. ശരിയായ ക്വാണ്ടിറ്റി വെള്ളം നമ്മുടെ ശരീരത്തിന് ലഭിക്കാത്ത പക്ഷം ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊരു ബുദ്ധിമുട്ട് പീരിയഡ് ക്രാമ്പാണ്.